വാട്സാപ്പിൽ വീണ്ടും രണ്ട് പുതിയ ഫീച്ചറുകൾ വന്നിട്ടുണ്ട്. ഒന്ന് വോയിസ് നോട്ട് വിഡ്ജറ്റ്സ്, രണ്ട് നോയിസ് ക്യാൻസലേഷൻ. ഇത് രണ്ടും വളരെയധികം ഉപകാരപ്രദമായ ഫീച്ചറുകളാണ്. എവിടെയാണ് ഈ ഓപ്ഷൻ ഉള്ളത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിലും ഇങ്ങനെയുള്ള ഫീച്ചറുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കും ഈ ഫീച്ചർ ലഭ്യമാകും. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ താഴെ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ വിഡ്ജറ്റ്സ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും വാട്സാപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. വാട്സാപ്പ് ഇവിടെ താഴെ ആയിരിക്കും ഉണ്ടാകുക. വാട്സാപ്പ് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടുന്ന് ഇടത്തോട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് നോട്ടിൻ്റെ പുതിയൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ആഡ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ എവിടെയെങ്കിലും ഇത് ആഡ് ആയിട്ട് വരും. ഓക്കെ, ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് നോട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതാ ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റെക്കോർഡ് ചെയ്തത് നമുക്കിവിടെ ടിക്ക് മാർക്ക്, ഇവിടെ പച്ച ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിലേക്ക് നേരെ പോകും. ആർക്കാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവരെ സെലക്ട് ചെയ്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഈ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സെൻഡ് കൊടുക്കുകയാണ്. കണ്ടോ, ആ ഒരു വോയിസ് നോട്ട് ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. അങ്ങനെ വളരെ ഈസി ആയിട്ട് ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് വോയിസ് നോട്ട് സെൻഡ് ചെയ്യാൻ ഈ ഒരു വിഡ്ജറ്റ്സിലൂടെ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി ഇത് ആവശ്യമില്ല എങ്കിൽ അവിടെ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ റിമൂവ് വിഡ്ജറ്റ് കൊടുത്താൽ മതി. ഇവിടെ റിമൂവ് എന്ന ഭാഗം കാണും. അവിടെ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാകും. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ നോയിസ് ക്യാൻസലേഷൻ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. ഏതെങ്കിലും ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കോൾ ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തിട്ട് കോൾ ചെയ്യുകയാണ്. കോൾ ചെയ്യുമ്പോൾ ഇതുപോലെ സാധാരണ പോലെ കാണിക്കും. ഇവിടെ മോർ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ പുതിയ ഓപ്ഷൻ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും, നോയിസ് ക്യാൻസലേഷൻ. അത് എനേബിൾ ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇനി എനേബിൾ അല്ല എങ്കിൽ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങാടിയിൽ വെച്ചിട്ടൊക്കെ നമ്മൾ ഒരാൾക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കലപില ശബ്ദങ്ങളായിരിക്കും കേൾക്കുക. അപ്പോൾ നമ്മൾ ഇത് എനേബിൾ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കോൾ ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി ഇത് എനേബിൾ ആണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെ ക്ലിയറോട് കൂടിയിട്ടുള്ള സൗണ്ട് ആയിരിക്കും കേൾക്കുക. അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന കോലാഹലങ്ങളൊന്നും തന്നെ അവർക്ക് ഡിസ്റ്റർബൻസ് ആകുകയും ഇല്ല. ഓക്കെ, വളരെ നല്ല ഓപ്ഷൻ തന്നെയാണ് വാട്സാപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിലും ഈ ഓപ്ഷൻസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഉടനെ തന്നെ വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കും. ഓക്കെ, ഈ ഫീച്ചറുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.